വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ മനസ്സിൽ ആലോചിക്കുന്ന ഒരു ഡ്രീം ആവരുത്. അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വിഷനാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ തിങ്കിങ്ങുകളും എല്ലാം അങ്ങോട്ട് വേണം. പിന്നെ രണ്ടാമത് ഡോക്യുമെൻ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലിരിക്കുന്ന കാര്യം കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പ്രാക്ടിക്കലായിട്ട് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതൊരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ പല നല്ല കോർപ്പറേറ്റുകളും നല്ല കമ്പനികളിലൊക്കെ പോയി കാണാൻ പറ്റും, നല്ല ബിസിനസ് ഹൗസുകളിൽ പോയാൽ കിട്ടും. എന്താണ് നമ്മുടെ വിഷൻ എന്നുള്ള കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോഴും അവരുടെ സ്റ്റേഷനറിയിലും അവരുമായിട്ടുള്ള ഡിജിറ്റലായിട്ട് ഡീൽ ചെയ്താലും വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം അവിടെ ഉണ്ടാവും. എന്തിനാണ് ഇത് എഴുതി വെക്കണമെന്ന് ചോദിച്ചാൽ ഇത് അതിൻ്റെ ഉടമസ്ഥൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന അവിടുത്തെ എംപ്ലോയീസ്, ഞാൻ ഇതിനു മുമ്പൊരു സ്പീച്ച് പറഞ്ഞ മാതിരി അവിടുത്തെ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈവൻ പബ്ലിക് സൊസൈറ്റി, ഇത്രയും പേരും അറിയണം ഈ കമ്പനിയുടെ വിഷൻ. ഈ കമ്പനി 25 കൊല്ലം കഴിയുമ്പോൾ ഇന്നതാവാൻ പോണത്, അല്ലെങ്കിൽ കുറേ ഇത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റോ ടേൺ ഓവറോ മാത്രമാവണമെന്ന് മാത്രമില്ല. വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഗ്രോത്ത് ചെയ്യാം, സൊസൈറ്റിക്കുള്ള ഹെൽപ്പ് ചെയ്യാം, നമ്മൾ വാട്സാറ്റ് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയി ഇന്നോവേഷൻ നടത്താം, അല്ലെങ്കിൽ എംപ്ലോയീസിനെ റേറ്റിംഗ് ഹാപ്പിനെസ് ഇങ്ങനെ ആവാമെന്ന് വയ്ക്കാം. പിന്നെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഓരോരോ കമ്പനിക്കും ഓരോരോ ബിസിനസ്സിനും അതിൻ്റെ ഫൗണ്ടറുടെ ഉള്ളിൽ തട്ടി ആഗ്രഹിച്ച് എന്തുകൊണ്ട് ഈ ബിസിനസ് തുടങ്ങിയോ അതിലേക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യം നമുക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം. പിന്നെ